കൊടുങ്ങല്ലൂർ ഒരു ഹോട്ടൽ സിൽവർ സ്പൂൺ ഹോട്ടലായിരുന്നു. പിന്നെ തൃശ്ശൂർ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 2 ഹോട്ടലിലും ഫാമിലിയൊക്കെ ആയിട്ട് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. ഞാൻ ആ സമയത്തൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ നിഷാദ് അവിടെ ഉണ്ട്. സുഹൃത്താണെങ്കിൽ തന്നെയും നിഷാദ് അവിടെ ഉണ്ടാവും. നിഷാദ് അവിടെയുള്ള സ്റ്റാഫുകളുടെ അടുത്തും വെയിറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു പെരുമാറ്റം ഞാൻ അന്ന് മുതൽ വാച്ച് ചെയ്യുന്നൊരു കാര്യമാണത്. പ്രത്യേകം ആ ഒരു ഹോട്ടലുമായിട്ട് അത്രയധികം അലിഞ്ഞു ചേർന്നൊരു വ്യക്തിയാണ് നിഷാദ്. അപ്പോൾ അത്ഭുതമില്ല, ഇങ്ങനെ ഒരു സംഭവം വന്നതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാർക്കാൻ ചന്ദനത്തോപ്പല്ല, അതിലപ്പുറം നിഷാദ് കൊണ്ടുവരാൻ പറ്റിയ ബുദ്ധിയുള്ള ഒരാളാണ്. പെരുമാറ്റം അതേപോലെയുള്ള ഒരു വ്യക്തിയാണ്, ചിന്തിക്കാൻ പറ്റിയൊരു വ്യക്തിയാണെന്ന് എനിക്ക് അന്നേ അറിയാം. പക്ഷേ ഇത് ഇവിടെ വന്നിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനും ചിന്തിക്കുകയാണ്, ഈ പ്രായം കുറയുമെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പം ഞാനും ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ അവിടുന്ന് വിട്ടിട്ട് സാറേ നേരെ ഇവിടെ വന്ന് താമസിച്ചാലോ, കുടുംബമൊക്കെ ആയിട്ട് സുഖമായിട്ട് ഒരെണ്ണത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് താമസിക്കാമെന്നൊക്കെ ഇവിടെ വന്നപ്പോൾ തോന്നുകയാണ്. ഭയങ്കര തണുപ്പ്, AC-ലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത്. എന്തായാലും നല്ലൊരു കൺസെപ്റ്റായി, ഇത് വിജയിച്ചു കഴിഞ്ഞു. ഇനി ലോകത്തിൽ പേര് വരാൻ പോവാണ്. ഇതിനകം കുറെ അവാർഡുകളാണ് തേടി വന്നത്. ഏതൊക്കെ അവാർഡുകളാണ് ഇപ്പൊ അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ളത്? ഇപ്പോ ലേറ്റസ്റ്റ് കിട്ടിയത് നമ്മളെ മുഖ്യമന്ത്രി കയ്യിൽ നിന്ന് അബുദാബിയിൽ വെച്ച ചടങ്ങിൽ വെച്ചിട്ടായിരുന്നു. ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് പിന്നെ മമ്മൂട്ടിയുടെ പ്രസൻസിലാണ് കിട്ടിയത്. അതുകൂടാണ്ട് അതിന് മുമ്പത്തെ തവണ ദുബായിൽ വെച്ചിട്ട് മമ്മൂക്കടയിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് മിഡിൽ ഈസ്റ്റ് ബെസ്റ്റ് പ്രൊജക്ട് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല മറ്റേ ഫിനാൻസ് മിനിസ്റ്റർ കയ്യിൽ നിന്ന് ജനുവരി 8 ഡൽഹി വെച്ച് നമ്മുടെ പ്രോഗ്രാമിൽ അടുത്തൊരു അവാർഡ് കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് അവാർഡുകൾ വേറെ ഉണ്ട്. അമ്മയുടെ മറ്റേ ഫിലിം അവിടെ നിന്ന് അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടത് ഇന്നോവേഷനാണ്. എല്ലാവരും ചെയ്യണ പോലെ ചെയ്തിട്ട് കാര്യം വ്യത്യസ്തത കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഓൾറെഡി കേരളത്തിന്റെ അവസ്ഥ റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണ്. കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു രക്ഷയില്ല. ടൂറിസം മറ്റു പല പ്രശ്നങ്ങളെ കൊണ്ട് ഡൗൺ ആയി കിടക്കണം. അപ്പം ഞങ്ങളത് മൂന്നിനെയും കൂടെ ബ്ലെൻഡ് ചെയ്തപ്പോൾ അതൊരു വലിയൊരു ഇന്നോവേഷൻ ആയിട്ട് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്കെല്ലാം സിമ്പിളായിട്ട് ഒന്നിനായിട്ട് അവർക്ക് അഷ്യൂർഡ് ഇൻകം ആവുകയും ചെയ്തു. തന്ന പൈസക്കുള്ള ആധാരം കൈ കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 95 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആധാരം അങ്ങോട്ട് പിടിച്ചോ, ബാക്കി എന്ത് കിട്ടിയാലും പ്രോഫിറ്റ്. ഇനി ഒന്നും കിട്ടിയില്ലേ എന്നെ വിളിക്കണ്ട. കാരണം എന്താ, ഇവിടെ ഓൾറെഡി ഇവിടെ പ്രൊജക്ട് ഇവിടെ കയ്യിലുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ ആവുന്നല്ല പറഞ്ഞത്, ആദ്യം തന്ന പൈസക്കുള്ള സാധനം കൊടുത്തിട്ട് എന്നിട്ട് ബാക്കിയിലേക്ക് മാറുന്നുള്ളൂ. എന്നും പുതുമകളുടെ പിന്നിപ്പാണ് മുജീബ് റഹ്മാൻ. എന്താണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച്?